ഒരു താലി കെട്ടിയെന്നോ അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു മാരേജിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നോ പറഞ്ഞുകൊണ്ടോ നമ്മൾ ഒരു സെക്കൻഡ് പോലും അതിൽ ഹാപ്പി അല്ല എങ്കിൽ അതിന് ഒരു പ്രയോജനമില്ല. ബ്ലഡ് കൊടുത്തിട്ട് വരെ എനിക്ക് നമ്മുടെ ബ്ലഡ് വിട്ടിട്ട് വരെ എനിക്ക് സെർലാക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള. അപ്പൊ ഞാനിങ്ങനെ ഷൂട്ടിൽ നിൽക്കുക. അപ്പൊ പെട്ടെന്ന് അവിടെ എന്തൊരു ശബ്ദം, കറണ്ട് അടിച്ചു പോയാ നിന്റെ വർത്താനം ഓ എന്റെ അമ്മയെ പറഞ്ഞു തന്നാ വലിയ കാര്യ പറഞ്ഞു. നീ ജനിച്ചു പറഞ്ഞ പക്ഷെ നീ വളർന്നു നീ. അതാണ് എന്റെ ഹൈലൈറ്റ്. അതില്ലാതെ മേഖലയില്ല പറയാൻ സാധിച്ചു. അതാണ് ഇപ്പൊ പ്രായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ബുദ്ധി വേണ്ടേ. അവര് നല്ല രീതിയിൽ എഴുതി തന്നത്, എനിക്കതിനെ പറ്റി വല്ല വിവരം വേണ്ടേ? ഇല്ല. നമ്മള് മനുഷ്യരല്ലേടേ, നമുക്കൊന്ന് കറിയണ്ടേടേ. സ്നേഹിക്കിനെ പോലെയൊക്കെ ഇങ്ങനെയൊക്കെ പോലെയല്ല. അത് പണ്ട് ഏതോ മറ്റേ 7ാം അറിവ് കണ്ടപ്പോഴത്തേനും അതിനകത്ത് ഈ പാമ്പിന്റെ കണ്ണി നോക്കിട്ട് അവര് ഇവര് കരയല്ലേ. എനിക്ക് എന്റെ പേരറിയില്ല കേട്ടോ. ഇനി ഇതും പറഞ്ഞെന്നെ എന്നെ ക്രൂശിക്കരുത്. എനിക്ക് എന്റെ പേരറിയില്ല. അപ്പൊ എന്റെ പ്രശ്നം ഞാൻ അങ്ങോട്ട് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് എന്താ വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഇപ്പൊ ആരാ പറഞ്ഞത്? ഇപ്പൊ ആരാ റോഡിന്റെ പ്രശ്നം പറഞ്ഞത്? ഞാനില്ലല്ലോ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഹായ്, ഹലോ, നമസ്കാരം. നമ്മൾ പൊതുവെ വൈബ് അപ്പൻ എന്നുള്ളൊരു പേര് പൊതുവെ കേട്ടിട്ടുണ്ട്. ഇപ്പം യൂഷ്വലാണ് ആ വേർഡ്. പക്ഷെ അങ്ങനെയല്ല, ഒരു വൈബ് അമ്മയും മോളും എൻ്റെ കൂടെ ഉണ്ട്. ഹലോ, പിന്നല്ല പൊളിക്കല്ലേ പൊളിക്കും. ഒരാള് കളിയാക്കാം, പിങ്കിമോൾ PV. ആരാത്? എന്റെ മകളല്ലേ പിങ്കിമോൾ. ഞാൻ ചോദിച്ചിട്ടുണ്ടാവും, ഒരു പേരും ഇടാൻ കിട്ടിയില്ല. എന്തോരം പേരുണ്ടായിരുന്നു. പക്ഷെ എന്ത് രസം. പിങ്കിമോളെ 60 വയസ്സായാലും നമ്മളിങ്ങനെ വിളിക്കും പിങ്കിമോളെ. 60 വയസ്സായ അമ്മയുടെ ശരിക്കും പേര് പറയോ? എന്റെ പേര് ശരിക്കും ബീന എന്നാണ് ഓതറൈസേഷൻ നെയിം. പക്ഷെ ഞാൻ കുറച്ച് പ്രൊഫഷണലുണ്ടായിരുന്നു, ഫീൽഡിലുണ്ടായിരുന്നു, കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിമ്മിന്നാക്കി എന്റെ പേര്. സ്റ്റൈല് പേര് നിമ്മി. അതെ, ഞാൻ എപ്പോഴും എന്ത് കാര്യം സ്റ്റൈലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പിങ്കിമോൾ എന്നുള്ളത് മോശമായ ഞാൻ വളരെ ആഗ്രഹിച്ചിട്ട പേരാണ് ഈ പിങ്കിമോൾ. കാരണം ഞാൻ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ പിങ്കി ബേട്ടി എന്നൊക്കെ അവരുടെ കുട്ടികളെ വിളിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അല്ല സത്യം, എനിക്കൊരു മകളുണ്ടാവുകയാണെങ്കിൽ ഞാൻ പിങ്കിന്ന് പേരിടും. അപ്പൊ ഞാൻ ഈ പിങ്കി ബേട്ടിന്ന് നമ്മൾ വിളിക്കുന്നത് ശരിയല്ലല്ലോ, നമ്മള് മലയാളീസ് അല്ലേ. അപ്പൊ നമ്മള് പിങ്കി മോളെ എന്ന് വിളിച്ചു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ബിസി ആയിരുന്നു, എന്റെ ബിസിനസ് വൈസും പ്രൊഫഷൻ വൈസും. അപ്പൊ അമ്മയാണ് കൊണ്ടുപോയി പേരിട്ടത്. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാൻ പിങ്കിന്ന് പേരിട്ടോട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് ആ പേര് ഇഷ്ടമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ചിന്തിച്ചില്ല ഇവളിങ്ങനെ ഇവൾക്ക് വരുമ്പോ ഇങ്ങനെ ആവോന്നുള്ളതൊക്കെ നമ്മൾ അന്ന് ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ പിങ്കി തന്നെ ഇട്ടോ, എന്താ നല്ല പേരല്ലേ പിങ്കി. പക്ഷെ അമ്മ അവിടെ ചെന്നിട്ട് പിങ്കി മോൾ എന്നും കൂടി ചേർന്ന് അമ്മയുടെ സ്നേഹം കൊണ്ട് അമ്മയുടെ സ്നേഹം കൊണ്ട് പിങ്കി മോൾ PV എന്ന് ഇട്ടു. ഫില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞു വന്നപ്പോഴും എനിക്കത് വലിയ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല. എനിക്കിപ്പോഴും അതിനോടൊരു അയ്യോ അങ്ങനെ ഒന്നല്ല, അവൾക്കാണ് അത്. അല്ല, എനിക്ക് സ്കൂൾ ടൈമിൽ എനിക്ക് അത്ര വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് എന്തോരം പേരുണ്ടെന്നറിയോ? പള്ളിയിൽ എന്റെ പേര് മേരി ഡെസ്റ്റമൻ സ്റ്റെല്ല. എന്താണ്? അതാണ് മേരി ഡെസ്റ്റമൻ സ്റ്റെല്ല. അതിന്റെ അപ്പായി ഇട്ട പേരാണ് ഡെസ്റ്റിമൻ. മറ്റേ ഈ ഒഥല്ലോന്റെ ഒരു ക്യാരക്ടർ ഡെസ്റ്റിമോണ. അത് കുറച്ച് ഒന്ന് ഷോർട്ട് ചെയ്തിട്ട് ഡെസ്ഡമൻ എന്ന് പറഞ്ഞിട്ട് മേരി ഡെസ്റ്റമൻ സ്റ്റെല്ല. മേരി എന്റെ അമ്മയുടെ പേര്, സ്റ്റെല്ല എന്ന് പറഞ്ഞ എന്റെ അപ്പായുടെ അമ്മയുടെ പേര്. അപ്പോഴാണ് മേരി ഡെസ്റ്റമൻ സ്റ്റെല്ല. ഓക്കെ, ഇപ്പൊ കിട്ടിയ പേര്
മേരി ബെസ്റ്റ് സ്റ്റെല്ല. ഓക്കെ. സ്കൂളിൽ എന്റെ പേര് പിങ്കിമോൾ PV. സ്കൂളിലൊക്കെ അതൊക്കെ കേട്ടല്ലോ. ഓക്കെ. അപ്പൊ അത് പറയേണ്ട കാര്യം. പിന്നെ ഞാൻ എനിക്ക് തന്നെ ഇട്ട പേര് മേഘ്ന വിൻസെന്റ്. അതെച്ചാ ഞാനൊരു ഷൂട്ടിന് നിൽക്കുമ്പോഴത്തേനും ഒരുപാട് പണ്ട് ഒരു 10-15 വർഷമൊക്കെ മുൻപാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഷൂട്ടിന് നിക്കുവാ. അപ്പൊ പെട്ടെന്ന് അവിടെ എന്തൊരു ശബ്ദം, കാറ്റടിച്ച കറണ്ട് അടിച്ചു പോയാ നിന്റെ വർത്താനം കേട്ടിട്ടായിരിക്കും. കറണ്ടിന് പോലും സഹിക്കാൻ. അപ്പൊ നമ്മുടെ കഥ വിട്ടുപോണ്ട. അപ്പൊ മേഘ്ന വിൻസെന്റ്. അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഒരു 10-15 വർഷം മുൻപാണ്. അപ്പൊ അതിന്റെ ആ വീടിന്റെ ഓണർ കുട്ടി പിങ്കി 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 എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടണം. നോക്കിയപ്പോഴത്തേനും എന്റെ പേരും വിളിച്ചോണ്ട് പുറത്തേക്ക് ഓടണം നോക്കിയപ്പോഴത്തേനും അവിടെ ഒരു പട്ടിക്കുട്ടി, അതിന്റെ പേര് ഞാൻ ഉദ്ദേശിച്ചു. അത് തന്നെ ആയിരിക്കും. അതും കൂടെ കേട്ടപ്പോഴത്തേനും എനിക്ക് ഞാൻ പറഞ്ഞു ഇനി ഇതിക്കൊണ്ട് ഈ പേരും കൊണ്ട് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല, ഞാൻ പേര് മാറ്റാണ്. അന്നാണെങ്കിൽ ഞാൻ ചിലപ്പോ ഇപ്പൊ ഓർക്കുമ്പോ ചിരി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര സൂര്യ ഫാനായിരുന്നു. എന്നുവെച്ചാ ഭയങ്കര ഡെഡ് ഫാൻ എന്ന് പറയില്ലേ, അതുപോലെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്വപ്നത്തിലൊക്കെ വരുമായിരുന്നു. അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ഭയങ്കര ക്രേസ് ആയിരുന്നു. ആ സമയത്ത് ഒരു വാരണായിരം പേര് മാറ്റണം എന്ന് പറഞ്ഞ് നടക്കുമ്പോഴാണ് വാരണായിരം ഇറങ്ങിയത്. അതിനാ പെണ്ണിന്റെ പേര് മേഘ്ന. അപ്പൊ ഞാൻ ഉറപ്പിച്ചു എന്റെ പേര് മാറ്റാം, എന്നാ പിന്നെ മേഘ്ന എന്നുണ്ടെങ്കിൽ ഇരുന്നോട്ടെ. അങ്ങനെയാണ് ഈ മേഘ്ന അതിലെത്തിയത്. അപ്പം ഈ മേഘന ഇപ്പൊ വളർന്ന് പന്തലിച്ച് ഭയങ്കര വലിയ ആർട്ടിസ്റ്റായി. എല്ലാം ഇപ്പതാ നമ്മുടെ ഇന്റർവ്യൂ പറയാം. വളർന്ന് പന്തലിച്ച് എങ്ങനെ വളർന്നു കൂടെ പറയണം എനിക്ക്. ഈ അമ്മ വളർത്തി പന്തൽ അല്ല അമ്മ അല്ലെങ്കിൽ എന്നെ വീട്ടിൽ അമ്മ പറഞ്ഞത് മനസ്സിലായില്ല. അവളെ എങ്ങനെയാ വളർന്നേന്ന്. അങ്ങനെ ഇവര് എന്നെ ട്രോളുവാണോ പരസ്പരം ട്രോളുവാണോ നീ ജനിച്ചു പറഞ്ഞ, പക്ഷെ നീ വളർന്നു നീ. അതായത് 10 വർഷം 15 വർഷം എങ്ങനെ കണ്ടോ അതേപോലെയൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഒരു വ്യത്യാസമില്ല. ഏത് രീതിയിലുള്ള വളർച്ചയെ പറ്റിയാണ് പറയണത് എനിക്ക് മനസ്സിലായില്ല. കലാപരമായിട്ട് വളർന്നു ചിരിച്ചിട്ട് വരുന്നില്ല പുറത്തേക്ക്. അമ്മ പറയാറുണ്ട് ഞാൻ 6ാം ക്ലാസ് വരെ വളർന്നിട്ടുള്ളൂ. ബുദ്ധിപരമായിട്ടല്ല, അത് വീണ്ടും ഇല്ല. ആള് ബ്രില്യന്റ് ആണ്. ഞാൻ 100% ഡാം ഷുവർ ഞാൻ പറയാണ്. ഇപ്പോ ചേച്ചി 6 കൊടുത്തതിന് ഗുണമുണ്ടായി. 6 വർഷം മുമ്പ് കണ്ട മേഘ്നയെ അല്ല ഇപ്പൊ എന്നെ അവള് വളർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഡയറ്റ് ഒക്കെ ചെയ്ത് അമ്മേനെ വളർത്തൂല, അമ്മേനെ കുറച്ചോണ്ടിരിക്കുക അല്ലേ? അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഈ ഡയറ്റീഷ്യൻ കോഴ്സ് പഠിക്കാൻ എവിടുന്ന സമയം? ന്യൂട്രീഷനിസ്റ്റ്. ഓക്കെ, അത് പഠിക്കാൻ സമയം കിട്ടിയത് എവിടുന്ന? അത് സത്യം പറയണല്ലോ, അതെന്റെ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന എന്റെ ടീം ഉണ്ടല്ലോ, ഹൃദയമാണെങ്കിലും സാന്ത്വനാണെങ്കിലും അവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഡെഫിനറ്റ്ലി എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴത്തേനും ഞാൻ ചുമ്മാ എന്തെങ്കിലും ഇപ്പൊ എക്സാമിന്റെ ടൈം ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഇത്രാം തീയതി എക്സാം ആണെന്നുള്ളത്. ഞാൻ എങ്ങനെയെങ്കിലും സീനൊക്കെ ചെയ്ത് എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കണുണ്ട്, നിനക്ക് പഠിക്കാനില്ലേ വെറുതെ പഠിച്ചതെന്ന് അഭിസാർ പറയാറുണ്ട്. ഹൃദയത്തിന്റെ ടീമൊക്കെ പറയാറുണ്ട്. പിന്നെ എനിക്ക് പഠിക്കാൻ വേണ്ടി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സീൻസ് ഒക്കെ ഒരു ബഞ്ച് ഓഫ് സീൻസ് കുറച്ച് ചെയ്തിട്ട് കുറച്ച് നേരം എനിക്ക് സമയം തന്ന് പിന്നെ കുറച്ചു നേരം സീൻ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ നാളെയാണ് എക്സാം എങ്കിൽ ഇന്ന് ഒരു ദിവസം എക്സ്ട്രാ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എനിക്ക് ഫ്രീ ആയിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അവരൊരു ഇമ്പോർട്ടന്റ് എനിക്ക് ഞാനത് പാസ്സായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവര് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വന്നിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അപ്പൊ അത് സന്തോഷമുള്ള കാര്യം. മാർക്ക് ഉണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഇതുപോലെ ആക്ച്വലി അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സസ് പഠിക്കാൻ തുടങ്ങിയത് തന്നെ. ഇങ്ങനെ ഒരു ഐഡിയ വന്നു. കാരണം വെച്ചാൽ ഈ ഷുഗർ എന്ന് പറഞ്ഞൊരു സാധനം അമ്മയ്ക്ക് നല്ലോണം ഉണ്ട്. അമ്മയുടെ പാരമ്പര്യമാണ്. അപ്പാപ്പയ്ക്ക് അതുണ്ടായിരുന്നു, എന്റെ അപ്പാപ്പന് അതുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ സ്ട്രഗിൾ ഞാൻ ഒരുപാട് വർഷമായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട്, ചെറുതിലേ തൊട്ട് കാണുന്നതാണ്. അപ്പൊ ഏതൊരു ഡോക്ടറിന്റെ അടുത്ത് പോയാലും അവര് പറയുന്ന കാര്യം നിങ്ങൾ മരുന്ന് കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഡയറ്റ് അതിനനുസരിച്ച് നോക്കിയിട്ടേ കാര്യമുള്ളൂ. ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇത് തന്നെയാണ് അമ്മയ്ക്കും കിട്ടിയേക്കുന്നത്, അപ്പാപ്പന്റെ അതേ ഷുഗർ. അപ്പൊ അമ്മയും ഇതുപോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ഷുഗർ എന്ന് പറഞ്ഞാൽ ഡേ ടൈമിൽ ഷുഗർ കയറി നിൽക്കും. ഒരു ആഫ്റ്റർ 2 o'clock എനിക്ക് ഷുഗർ ലോ ആയി
40 വന്ന് നിൽക്കും. അതെ, നൈറ്റ് ടൈം കുറയും, ഡേ ടൈം അങ്ങനെ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഉണ്ട്. അപ്പം ഫ്ലക്ച്വേറ്റിംഗ് ഷുഗർ തന്നെ അത്. അപ്പം ഇത് ഡയറ്റ് കൊണ്ട് മാത്രം നമുക്ക് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു. മാത്രല്ല മെഡിസിൻസും അതിനെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ. പക്ഷെ മെഡിസിൻസ് കൊണ്ട് മാത്രം നമുക്ക് ഷുഗർ ഒരിക്കലും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ അത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഇതിനെ പറ്റി ചിന്തിക്കുന്നത്. അങ്ങനെ എടുത്തു തുടങ്ങിയപ്പോഴത്തേനും ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ കോഴ്സ് നല്ല രീതിയിൽ ഇപ്പൊ എക്സാം എഴുതി കഴിഞ്ഞു, പാസ്സായി. അപ്പം അമ്മയുടെ ഡയറ്റ് ചാർട്ടും കാര്യങ്ങളും ഞാൻ റെഡിയാക്കി. അതിന്റെ പരീക്ഷണ അതെ, എങ്ങനെയുണ്ട് എക്സ്പെരിമെന്റ്? മോളുടെ എക്സ്പെരിമെന്റ് എങ്ങനെയുണ്ട്? പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ഇത്രയും നാൾ ഇവള് പറഞ്ഞാലൊന്നും അനുസരിക്കൂലായിരുന്നു. ഇടയ്ക്ക് ഇവിടെ കട്ടൊക്കെ ഞാൻ കഴിക്കും. പറഞ്ഞ അനുസരിക്കാത്ത അത് ഞാൻ ന്യൂട്രീഷനിസ്റ്റ് ആയപ്പോഴാണ് എന്റെ വില അമ്മയ്ക്ക് അല്ല, മനസ്സിലായത്. ഞാനേ ഇവള് അമ്മ അത് കഴിക്കും ഇത് കഴിക്കണമെന്നൊക്കെ ഞാൻ കട്ടൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷെ കട്ടൊക്കെ കഴിക്കും ഞാന്. ഇവള് അറിയാതെയൊക്കെ ഇങ്ങനെ കട്ടൊക്കെ കഴിക്കും. അപ്പൊ ഞങ്ങള് കട്ട് പക്ഷേ ഞാനിപ്പോ ഞാൻ പറയില്ല, എന്നെ അവളിപ്പോ ഞാൻ അമ്മേനെ ഈ സമയം വരെ നമ്മൾ അവളെ വളർത്തി. അതിന്റെ സിസ്റ്റം അങ്ങനെയാന്ന് തോന്നുന്നത്. ഒരു പ്രായം കഴിയുമ്പം അച്ഛനും അമ്മയും നമ്മൾ വളർത്തണം. അതായത് നമ്മള് ചെറുതില് നമ്മളെ അവര് വളർത്തിക്കൊണ്ട് വന്നു. നമ്മളൊരു പ്രായമായി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് അവരെ വളർത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് കുറെ പേർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാട്ടോ. ഞാൻ ഇങ്ങനെ പറയുമ്പേ ഞങ്ങളുടെ മക്കളൊക്കെ നമ്മളെ ഭരിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് ഉണ്ട് ചേച്ചി. അമ്മ പഴയ അമ്മയല്ല, വൈബ് അമ്മ. വൈബം അതാണ്, വൈബ് മമ്മി. വൈബ് മമ്മി. ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അമ്മേനെ ലൈക്ക് ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, അമ്മ അത് കേൾക്കുന്നത് എനിക്കത് ഒട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് എപ്പോഴും ഫീൽ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ ഒരു സ്ഥലത്തേക്ക് പോയപ്പോഴത്തേനും ക്രോസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ക്രോസ് ചെയ്തപ്പോഴത്തേനും ഞാൻ അമ്മയുടെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഞാൻ ഫ്രണ്ടിൽ നടന്നിട്ട് അമ്മേനെ ഇങ്ങനെ പിടിച്ചോണ്ട് വരാൻ. പിടിച്ചത് ക്രോസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെ കയ്യിലേക്ക് നോക്കുന്നത്. ആക്ച്വലി ഫ്ലാഷ് ബാക്ക് വന്നു എനിക്ക്. പണ്ട് അമ്മ എന്നെ ഇങ്ങനെ പിടിച്ച് ക്രോസ് ചെയ്ത ആ ഒരു കട്ട് എനിക്ക്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, ഓ ഇത് ഇങ്ങനെയാണ്. ലൈക്ക് നമ്മളിവരെ കൈ പിടിച്ച് നമ്മൾ കൊണ്ടുവരും. ഇപ്പൊ നമ്മുടെ കൈ പിടിച്ച് അവർ ക്രോസ് ചെയ്യും. നല്ലതല്ലേ? എത്രയോ അമ്മമാരെ അല്ലെങ്കിൽ പേരന്റ്സിനെ നോക്കാത്ത സാഹചര്യം നമ്മുടെ ഞാൻ 100% റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ അവളെ അങ്ങനെയല്ല, അവളിപ്പോ എന്നെ നോക്കുന്നോണ്ട് അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ഞാനും ഈവൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലാവുന്നത് ഞാനും എല്ലാ കാര്യങ്ങളും വീടിനായാലും അവൾക്കായാലും എന്റേതായിട്ടുള്ള 100% ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. എനിക്ക് തോന്നുന്നു അമ്മ പണ്ട് എന്തൊക്കെ ചെയ്യാൻ മാറ്റിവെച്ചോ അതാണ് ഇപ്പൊ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് തോന്നുന്നു. സത്യം, എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹങ്ങൾ അതൊക്കെയാണ്. ഞാൻ ഒന്നും ബ്രേക്ക് ചെയ്തട്ടെ. അതിന്റെ കൂടെ ഞാൻ ഈ ആഗ്രഹത്തിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു മഴയത്ത് കോട്ടൊക്കെ ഇട്ടിട്ട് ഏതോ രാത്രിയില് ഡാൻസ് കളിക്കുന്നത് മലയുടെ മണ്ട. അത് എവിടെയായിരുന്നു? അത് ഞങ്ങളുടെ ഫാമാ. ഹിൽ സ്റ്റേഷൻ ആണെന്ന് വിചാരിച്ചു. അത്രയും മീൻസ് തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, കോട്ടുവിട്ട് ഡാൻസ് കളിക്കുന്നു പാതിരാത്രിയിൽ. എങ്ങനെ സാധിക്കുന്നു? നല്ല രസമാണ്. ഇഷ്ടമാണ് റീൽസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ആസ്വദിച്ച് തന്നെ നമുക്ക് ചെയ്യണം റീൽസ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ പറയാലോ, ഞാൻ ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നത് അത് എന്റെ ഇൻട്രസ്റ്റ് ആണ്. അത് എന്റെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. അമ്മയെ പറഞ്ഞു തന്നാ വലിയ കാര്യമാണ് പറഞ്ഞത്. ഇല്ല, ഇപ്പൊ ഏതെങ്കിലും അമ്മമാര് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഈഗോസും, കാരണം ചിലർക്ക് മക്കൾ അങ്ങനെ അനുസരിച്ച് പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മള് വൈബ് ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ട് ഭയങ്കര ക്ലാസ് ഇല്ല, ക്ലാസ് ഒന്നുമല്ല. ഞാൻ പറയാണ്, അങ്ങനെയുള്ള അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിച്ചാല് എന്നെ പോലെ നന്നായിട്ട് ജീവിക്കും. ഇങ്ങനെ വൈബായിട്ട് ജീവിക്കാം. ചേച്ചി സാന്ത്വനം 2 എന്ന് പറയുന്ന ഇതില് ഇപ്പൊ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സാന്ത്വനം 1 നമുക്ക് നന്നൊരു ഹിറ്റ് ഉണ്ട്. അത്രയും വലിയ സീരിയലിന്റെ സെക്കൻഡ് പാർട്ട് ആവുക എന്നുള്ളത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പം സെറ്റും ആളുകളുടെ ഒരു റെസ്പോൺസും ഒക്കെ എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാലോ, ഞാൻ ഇപ്പൊ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ക്യാരക്ടർ പിക്ക് ചെയ്യുന്നത് എനിക്കെന്ന് വെച്ചാൽ ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് തോന്നുന്ന ഓരോ ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് ഞാൻ പിക്ക് ചെയ്യാറുള്ളത്. അത് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കങ്ങനെ വരുന്നുണ്ട്. കുറെ പേർക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്, ലൈക്ക് അങ്ങനെ അവർക്ക് ഇപ്പൊ ഓപ്ഷൻസ് അങ്ങനെ ഒരുപാട് അങ്ങനെ പല ടൈപ്പ് ഉള്ളത്
വരാറില്ല എന്നുള്ളത്. അതെന്തോ ലക്കിലി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗിഫ്റ്റഡ് ആന്ന് പറയണം ആ കാര്യത്തില്. എന്നുവെച്ചാൽ എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ക്യാരക്ടർ വന്നു കഴിഞ്ഞാല് അതിനെന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റിലേ എടുത്തു കഴിഞ്ഞാല് ചന്ദനമഴ, ഇപ്പൊ നമ്മള് മലയാളത്തിൽ മാത്രം എടുക്കുകയാണെങ്കിൽ ചന്ദനമഴ, അതൊരു കണ്ണീർ പുത്രി അങ്ങനെ ഒരു ഇതായിരുന്നു. അതിന് ശേഷം പിന്നെ മിസ്സസ് ഹിറ്റ്ലർ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ജോണർ ആയിരുന്നു. അതിലെല്ലാം ഉണ്ടായിരുന്നു കോമഡി, പിന്നെ ഇമോഷൻ എല്ലാം കലർന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ജ്യോതി എന്ന് പറയുന്നത്. റൊമാൻസ് എല്ലാതും. ഇപ്പൊ ഹൃദയം എന്ന് പറയുന്നത് ഒരു വിധവയുടെ കഥയാണ്. വിധവയാണെങ്കിലും അവള് ജീവിക്കുന്നത് അവൾ ഭർത്താവിന്റെ, ഒരു ദിവസം പോലും ഭർത്താവിന്റെ ഒപ്പം ജീവിച്ചിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും അവള് ഭർത്താവിന്റെ വീട്ടില് അവർക്ക് ജീവിക്കുന്നത്. അങ്ങനെ ഒരു കുട്ടിയുടെ കഥയാണ്. അപ്പൊ അവള് നേരിടുന്ന ഓരോരോ എന്താ പറയാ ആ ഒരു സ്ട്രഗിൾസ്, അവള് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഓരോരോ കാര്യങ്ങള്, പിന്നെ അവൾക്ക് വേണ്ടി അവളുടെ സ്റ്റാൻഡിൽ നിൽക്കുന്ന കുറെ കാര്യങ്ങള്, അവർ എതിർക്കുന്ന കുറെ കാര്യങ്ങൾ. ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ദേവിക എന്ന് പറഞ്ഞത്. സാന്ത്വനം 2 ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുറെ കോമഡി കലർന്ന, അത് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ. അതായത് വിടുവായിത്തരം പറയുന്ന, അതായത് ഒരു കഥയില്ലാത്ത, ഇപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞു എന്നും പറഞ്ഞോണ്ടൊരു കാര്യത്തിലേക്ക് എടുത്തു ചാടുന്ന, എന്നിട്ട് പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയില് അതെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് മനസ്സിൽ തോന്നുന്ന എല്ലാം ചിന്തിക്കാണ്ട് പറയുന്ന ഒരു ക്യാരക്ടറാണ്. കംപ്ലീറ്റ്ലി കോമഡി മിക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് കേട്ടപ്പോ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി. ഇപ്പൊ സാന്ത്വനം 1-നെക്കാട്ടിയും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറാന്ന് തോന്നി. ഇത് ഒരു ക്യാരക്ടറായിട്ടും ഇത് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാരക്ടർ എടുത്തത്. അതേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യത്തിലെ കുട്ടിയുടെ ക്യാരക്ടർ പറഞ്ഞു. പക്ഷെ അതേപോലെ തന്നെ ചേച്ചിക്കും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചതിന് ഒത്തിരി ട്രോൾസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ശരിക്കും ഇപ്പൊ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാമെന്ന് എന്നെ തീരുമാനം എടുപ്പിച്ചത് മോദിജിനെ പറ്റി പറയുന്ന ഒരു സാധനം ഉണ്ട്. അതാണ് എന്റെ ഹൈലൈറ്റ്. അതില്ലാതെ മേഖലയില്ല. എങ്ങനെ പറയാൻ സാധിച്ചു? അതാണ് എന്റെ കഴിവ്. അത് ഓർമ്മയുണ്ടോ എന്താണ് പറഞ്ഞതെന്ന്? ഓർമ്മ എനിക്ക് ബോധമില്ലല്ലോ. അതായത് ആ സമയത്ത് ഒരു 10-21 വയസ്സൊക്കെ കാണും. അത്രയ്ക്ക് ഉണ്ടാവൂലേ? ഡിഗ്രിക്ക് പഠിക്കായിരുന്നു ആ സമയത്ത്. പഠിക്കുകയാണെന്ന് എനിക്ക് ആക്ച്വലി ആ ഒരു പ്രായമുണ്ട്. പക്ഷെ ആ പ്രായത്തിനുള്ള ബുദ്ധിയില്ല. അത് ഞാൻ പറയട്ടെ, ഇപ്പൊ പ്രായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ബുദ്ധി വേണ്ടേ? ആ സമയത്ത് എനിക്കൊരു LKG കൊച്ചിനുള്ള ബുദ്ധി പോലും ഇല്ല ഗൈസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് എന്റെ ലോകമല്ല ഗൈസ്. എനിക്കൊരു വിവരമില്ല. ഇതൊക്കെയാണ് മേഘന. അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മ പറയും ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് അവിടെ ചെന്നിട്ട് ഞാൻ അറിയണം അമ്മ ഇവിടെ എന്താ ചെയ്യണ്ടേ, ഇവിടെ ഡാൻസ് ചെയ്യണം മോളെ. ഓക്കെ അപ്പൊ എന്റെ പേരിലൊരു മെഗാ ഷോ ചെയ്ത് എന്നെ പോസ്റ്റർ ഒക്കെ അടിച്ച് അവിടെ വെച്ചിരിക്കണായിരിക്കും. മനസ്സിലായോ? പക്ഷെ അവിടെ ചെന്നിറങ്ങുമ്പോ എന്നിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പെർഫോം ചെയ്യും. അത്ര എനിക്ക് അറിയുള്ളൂ. നന്നായിട്ട് പെർഫോം ചെയ്യും. നമ്മൾക്ക് തരുന്ന ജോലി നന്നായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ എനിക്കറിയൂ. പിന്നെ ഞാൻ അപ്പാപ്പനും അമ്മയും കൂടെ വളർത്തിയൊരു കുട്ടിയാണ്. അവരുടെ ആ ചട്ടക്കൂട് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ലൈക്ക് പള്ളി, വീട്, അത് മാത്രമേ അറിയുള്ളൂ. പിന്നെ നമ്മുടെ അടുത്തുള്ള കൂട്ടുകാര്, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പിന്നെ എന്താ പറയാ, പുറം ലോകം അറിയില്ല. പിന്നെ അന്ന് ഭരിക്കുന്ന ആരാന്ന് പോലും എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഊഹം ഉണ്ടായിരുന്നില്ല. മോദിജി നല്ല മനുഷ്യനാണ്. എനിക്ക് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഇത് സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചരിത്രമാണ് ചേച്ചി. ഈ സാധനം ആരും ഇവിടെയും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. കേട്ടോ, അപ്പൊ ഈ പറഞ്ഞത് മൊത്തം സ്ക്രിപ്റ്റഡ് ആണ്. സ്ക്രിപ്റ്റഡ് എന്ന് വെച്ചാ അത് അവര് നല്ല രീതിയിൽ എഴുതി തന്നത്. എനിക്കതിനെ പറ്റി വല്ല വിവരം വേണ്ടേ? ഇല്ല. അപ്പൊ അതായത് അന്നത്തെ പ്രൊഡ്യൂസർ, അതായത് ജയകുമാർ സാറ്, പുള്ളിക്കാരൻ എൻ്റെ ഒരു ഗോഡ് ഫാദറിനെ പോലെ. കാരണം എനിക്ക് തന്നൊരു ബ്രേക്കാണ്, ശരിക്കും എൻ്റെ ഒരു ബ്രേക്കായിരുന്നു ചന്ദനമഴ. അപ്പൊ അതിനു മുൻപ് ദൈവം തந்த വീട്, അതും അവിടെ തമിഴില് ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതിന്റെയും സെയിം പ്രൊഡ്യൂസർ തന്നെയായിരുന്നു ജയകുമാർ സാറ്. അപ്പൊ സാറ് പറഞ്ഞു, മോള് ഇങ്ങനെ BJPയുടെ ഒരു ക്യാമ്പയിൻ വരുന്നുണ്ട്, മോള് വന്നിട്ട് ആ സ്ഥാനാർത്ഥിക്ക് ഒന്ന് വോട്ട് കൊടുക്കണം കേട്ടോ, ഒന്നൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ഫൈൻ, നമ്മുടെ ഒരു സാറ് നമ്മുടെ അടുത്ത് പറയല്ലേ. അപ്പോഴാണെങ്കിൽ നമുക്ക് ഇപ്പം ദൈവത്തെ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഒരേ സമയം സൗത്ത് ഇന്ത്യ, അതായത് തമിഴിലും മലയാളത്തിലും ഒരേപോലെ തന്നെ ഹിറ്റ് കൊടുക്കാൻ പറ്റുന്ന അത് കൊടുക്കാൻ പറ്റണമെങ്കിൽ മൂപ്പരെല്ലാവരും കാരണം, പ്രൊഡ്യൂസർ ഇല്ലാണ്ട് നമ്മളുണ്ടാവില്ലല്ലോ. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ഇതാണ്. മൂപ്പര് പറഞ്ഞ ഒരു കാര്യം നമ്മൾ നോ പറയരുത് എന്ന് പറഞ്ഞിട്ട് ഞാനത് പോയി സർ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇത്ര വലിയ ക്യാമ്പയിനാണ്, ഇത്ര വലിയ മഹാസംഭവമാണ് കേരളത്തിലെ ഒരു ഭയങ്കര അങ്ങനെ എനിക്കറിയില്ല. നമ്മളൊരു ഇനാഗ്രേഷനോ ഒരു എവിടെയെങ്കിലും ഒന്ന് വരണട്ടോ എന്ന് പറയുമ്പോ പോണ ഒരു ലാഘവത്തോടെ ഞാൻ പോയിട്ടുള്ളൂ അവിടെ.
അതായത് അപ്പൊ ഞാൻ പ്രധാനമന്ത്രിക്ക് ചെന്നപ്പോ വോട്ട് ചോദിക്കാൻ ഉദ്ഘാടനത്തിന് പോകുന്ന പോലെ പോയി. പോയി അത്രയും ബോധമുള്ളൂ. സോ സിമ്പിൾ അതെന്നും പറഞ്ഞിട്ടേ പോയത്. അപ്പൊ നമ്മള് പറയണം ഈ ചേട്ടന് വോട്ട് ചെയ്യണം കേട്ടോ എന്ന് പറയണം, അത്രേ ഉള്ളൂ. ആ ശരി ഇതാണ്. അപ്പൊ ഞാൻ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുക. അപ്പൊ സാർ വന്ന് പിക്ക് ചെയ്തു. മോൻ പൊക്കോണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, സാർ എന്നെ വിളിച്ച് എന്തെങ്കിലും പറയണോ, ചേട്ടന് വോട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? ആ വേണമെങ്കിൽ മോൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു വെക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ മോദിജിനെ പറ്റി എന്തൊക്കെയോ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കി. വായിച്ചപ്പോ 2-3 സെന്റൻസ് നമ്മുടെ മനസ്സിൽ കയറുമല്ലോ. അതെല്ലാം കൂടെ കൂട്ടി ഞാനൊരു കഥയാക്കി. എന്നിട്ടൊരു കലക്കങ്ങ് കലക്കി. അങ്ങനെ കലക്കി. അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ ചെന്ന് ഇറങ്ങിയപ്പോ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ കണ്ടത് കേട്ടോ. നോക്കിയപ്പോ ഞാനിങ്ങനെ വന്നോണ്ടിരിക്കുന്നു, പോസ്റ്ററിൽ ചിരിച്ചോണ്ടിരിക്കുന്നു ഞാനിങ്ങനെ. അപ്പൊ നമ്മള് ഈ ഇനോഗ്രേഷൻസിനോ അങ്ങനെയൊക്കെ അപ്പൊ ആ സമയത്ത് പോയിട്ടുള്ള പരിചയമുള്ളൂ. അപ്പൊ ഇനോഗ്രേഷൻസ് പോകുമ്പോഴും എന്റെ പോസ്റ്റർ അവിടെ ഉണ്ടാവുമല്ലോ, അത് വലിയ കാര്യമൊന്നുമില്ല. അതായത് ഇത് പാർട്ടിയുടെ ഓഫീസിലേക്കാണ് ഞാൻ പോകുന്നത്, കേരളത്തിന്റെ ഒരു പാർട്ടിയാണ് ഇത്, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ളൊരു ബോധമില്ലാടോ. എന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേനും നോക്കിയപ്പോഴത്തേനും മേക്ക് ഇവിടെ കൊണ്ട് നോക്കിയ കംപ്ലീറ്റ് മീഡിയാസ്. അപ്പൊ ഒരു ചേട്ടൻ ഒരു മാലയൊക്കെ ഇട്ട് തന്നു. അത് മാലല്ല BJP-യുടെ മറ്റേ സാധനമാണെന്നുള്ളതൊക്കെ പിന്നെ അറിയുള്ളൂ എനിക്ക്. മറ്റേ എന്തെന്നായിരുന്നു അത്, മാലയില്ലേ ഓറഞ്ച് കളറിൽ ഇങ്ങനെ ഒരു തുണിയിലുള്ളത്. മനസ്സിലായി, എനിക്ക് അതിന്റെ പേര് എനിക്ക് എന്റെ പേരറിയില്ല കേട്ടോ. ഇനി ഇതും പറഞ്ഞ എന്നെ ക്രൂശിക്കരുത്, എനിക്ക് എന്റെ പേരറിയില്ല. അവർക്കുള്ളതായിട്ടുണ്ട്. ഇനി ഇവിടെ എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ തന്നെ അവിടെ ചെന്ന് ചോദിച്ചു, മേഘ്നയ്ക്ക് ഇവിടെ കേരളത്തില് ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? ആ സമയത്തുള്ള എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 15 ദിവസം ഇവിടെ ഷൂട്ടാ ട്രിവാൻഡ്രം, 15 ദിവസം ചെന്നൈയിൽ ഷൂട്ട്. അതിന്റെ ഇടയിൽ എനിക്ക് ഉറങ്ങാൻ കിട്ടല് വളരെ റയറാ. അപ്പൊ ഒരു 15 മിനിറ്റ് എങ്കിലും എക്സ്ട്രാ ഉറങ്ങാൻ കിട്ടുന്നത് എനിക്ക് ഏറ്റവും വലിയ കാര്യം. അത് ഈ ഉറക്കം ഇല്ലാത്തവർക്ക് മനസ്സിലാവും. അതായത് നമ്മള് ഒരു 6 മണിക്ക് എഴുന്നേക്കണേന് വരും ഒരു 6:30 എഴുന്നേക്കാൻ പറ്റുന്നതിന്റെ ഒരു സുഖം അല്ലേ, അത്രേ ഉള്ളൂ. അതൊരു പ്രത്യേക സുഖം. ഇപ്പൊ ഇങ്ങനത്തെ തണുപ്പുള്ള ക്ലൈമറ്റും അതായത് ഡെയിലി അങ്ങനെ ഉള്ളൊരു ഇതിനൊരു 15 മിനിറ്റ് ലേറ്റ് ആവും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ട് എണീക്കാൻ പറ്റുന്നതിന്റെ സുഖം ഒന്ന് വേറെ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ, ഇപ്പൊ ചെന്നൈയിലാണെങ്കിൽ എനിക്ക് ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ട് പോയാൽ മതി, കാരണം കാറിലിരുന്ന് ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് അപ്പൊ ഒരു ഹാഫ് ആൻ അവർ എനിക്ക് ലാഭിക്കാം. പക്ഷെ കേരളത്തിൽ അത് പറ്റില്ല, എനിക്ക് കാറിലിരുന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാനങ്ങ് എന്താ പറയാ, ഞാൻ ആ സമയത്ത് എനിക്ക് അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിൽ ഇത്രയും പ്രശ്നമുണ്ട്, ഇത്രയും ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്, ആ സമയത്തൊന്നും എനിക്കത് അറിയൂല്ല, ഞാനത് അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. എന്റെ ലോകം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കാം, മേക്കപ്പ് ആക്ഷൻ കട്ടിൽ ഉണ്ടാവുന്ന അഭിനയിക്കാം, അതൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ പാക്കപ്പ് ആവാ, കിടന്ന് ഉറങ്ങാം. ഇതായിരുന്നു എന്റെ വേൾഡ്. ഇപ്പൊ ജയകുമാർ സാറാണെങ്കിലും നമ്മൾക്ക് ആ സമയത്ത് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു നമ്മൾക്ക് സ്റ്റേയും, അവിടെയായിരുന്നു നമുക്ക് ഷൂട്ട്. അപ്പൊ രാവിലെ എഴുന്നേക്കാം, ഉടനെ നേരെ പല്ലേക്കാം, അപ്പൊ തന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുക, എന്ന് പറഞ്ഞിട്ട് റെഡി ആവാ. ഇതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു കേരളത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടെന്നുള്ളത്. അപ്പൊ എന്റെ പ്രശ്നം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് എന്താ, പിന്നെ എയറിലായിരുന്നു. പിന്നെ എയറോ അത് തീർന്നിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു എയർ ഉണ്ടല്ലോ, ശൂന്യാകാശം, അത് ഇതുവരെ താന്നിട്ടില്ല. ഇല്ല, ഇപ്പോഴും ഈ അടുത്തിടയ്ക്കും ഇങ്ങനെ റോഡിന്റെ പ്രശ്നം വന്നപ്പോ മേഘനേച്ചി കാറിലിരുന്ന് മേക്കപ്പ് ചെയ്യുന്നതിന്റെ വരാൻ കുറിയൊക്കെയാണ്. അതുകൊണ്ട് എന്താ റോഡ് നന്നായില്ലേ കുറച്ചെങ്കിലും? എവിടുന്ന് ഇപ്പൊ ആരാ പറഞ്ഞത്? ഇപ്പൊ ആരാ റോഡിന്റെ പ്രശ്നം പറഞ്ഞത്? ഞാനില്ലല്ലോ. ഒന്ന് ഗണേഷ് കുമാറിനോട് പറയാൻ ശ്രമിച്ചതിന്റെ എയറിന്ന് ഞാൻ വന്നിട്ടില്ല. അത് ഇനി പറഞ്ഞ പിന്നെ ട്രോളർമാർ അതുകൂടെ കുത്തി പൊക്കി എടുക്കും. ഇത് നമുക്ക് ആ ടോപ്പിക് വിടാം. നല്ല രസമല്ലേ ട്രോളുന്നത്? എനിക്ക് പിന്നെ വീട്ടിൽ തന്നെ ഒരു ട്രോളർ ഉണ്ട്, അപ്പൊ പിന്നെ എനിക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം. എന്നെ ട്രോള എന്റെ മമ്മിയാണ് ഇനി എന്താന്ന് വെച്ചാല് ഇവൾക്ക് വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും, ഇവൾക്ക് തെറ്റി ഇടയ്ക്ക് ഇപ്പൊ എനിക്കും തെറ്റാൻ തുടങ്ങി. ഭയങ്കര സാഹിത്യപരമായിട്ടൊക്കെ ഒരുപാട് വായിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് നല്ല അക്ഷരസ്ഫുടതയോടെ സംസാരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ ഇപ്പൊ ഒരു 2 വാക്ക് അക്ഷര സ്ഫുടതയോടെ ഞാനത് പറയില്ല, ഞാനത് അക്ഷരസ്ഫുടതയോടെ പറയാം. സ്ഫുടതയോടുകൂടി ഇനി ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റിന് ആൻസർ പറയണം. ക്ലാസ് തുടങ്ങി. ദൈവമേ, ക്ലാസ് ഒന്നുമില്ല, ഞാനൊരു പാവം. ഞാൻ ക്ലാസ് എടുക്കാൻ ഞാൻ ആരും അല്ല, ഏറ്റവും വലിയ ഇൻപെർഫെക്ഷൻ ഉള്ള ആളാണ് ഞാൻ. ഇപ്പോഴേ തീർന്നു, ഇൻപെർഫെക്ഷൻ ഒക്കെ തീർന്നു. ആരാണോ പെർഫെക്റ്റ് ആയിട്ടുള്ളത്? അതാണ് പെർഫെക്റ്റ്. അവിടെ തന്നെ അക്ഷരസ്ഫുടത. ഇംഗ്ലീഷല്ലേ ഞാൻ പറഞ്ഞത്? ഇംഗ്ലീഷല്ലേ എനിക്ക് അക്ഷരസ്ഫുടതയാവോ? ഇംഗ്ലീഷ് എനിക്ക് പറ്റത്തില്ല. ഇംഗ്ലീഷിലെ സ്ഫുടത
എനിക്ക് പറ്റില്ല. മലയാളത്തിൽ നീ ഏത് വാക്ക് പറയും ആദ്യം ഞാൻ അക്ഷരസ്ഫുടതയോടെ ഞാൻ പറയും. പക്ഷെ എനിക്കത് പറയാൻ അറിയണ്ടേ. ഞാൻ പറയാം. ഇനി ചോദിക്കുന്ന ക്വസ്റ്റിന് ആൻസർ പറഞ്ഞാൽ മതി. ഈ ട്രോളില്ലേ, മോദിയുടെ ട്രോള്, അത് കണ്ടപ്പോ അമ്മ എന്താ വിചാരിച്ചേ? എന്റെ മോൾ ഇത്ര മന്ദബുദ്ധിയായി പോയല്ലോ വിചാരിച്ചു. ഇവിടെ ഇതൊക്കെ ആരെ പഠിപ്പിച്ച? അന്ന് എനിക്കും അറിയാൻ പാടില്ല ഈ കാര്യങ്ങളൊന്നും. അങ്ങനെയാണല്ലേ, മോദി ഇങ്ങനെയൊക്കെ ജീവിച്ച ആളാണല്ലേ. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു, എടി ഇങ്ങനെയൊക്കെ പറയാവോ? ആരാ എന്നോട് പറയാൻ പറഞ്ഞു? സാറ് സ്ക്രിപ്റ്റ് എഴുതി തന്നതാണ് ഞാൻ പറഞ്ഞത്. അല്ല ഈ കണ്ണെഴുതണ കാര്യമൊക്കെ ആരാ പറഞ്ഞു? അത് ഞാൻ തന്നെ പറഞ്ഞു. അത് പറയുമ്പോഴേക്കും അടുത്ത സ്ഥലത്തേക്ക് വിളിച്ചോണ്ട് പോലെ എനിക്ക് ഇവളോട് ഡിസ്കസ് ചെയ്യാനുള്ള സമയം കിട്ടണില്ല. ഇതിങ്ങനെ കാരണം എന്റെ വിചാരം അല്ലമ്മ, ട്രോള് വന്നപ്പോ തന്നെ അമ്മയ്ക്ക് എന്താ തോന്നിയെന്ന്. ട്രോള് വന്നപ്പോ ഒരു കാര്യം നടന്നതാ, അതില്ലാതാക്കാൻ പറ്റുമോ? ഇല്ല, കയ്യിന്ന് പോയി. ഭയങ്കര കരച്ചിലായിരുന്നു. ഇവള് ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര ഉരുണ്ട് കരച്ചിലൊക്കെയാണ്. കാരണം ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ അതുപോലത്തെ ട്രോള് കിട്ടിയ ഒരാളാന്ന് തോന്നുന്നു ഞാൻ, അല്ലേ? ഇനി മുൻപ് അത് ഭയങ്കര ട്രോളായിരുന്നു, ഭയങ്കര ഒരു അൺസൈക്കബിൾ. അതില് ആ ട്രോളിലാണ് എന്റെ FB 1 മില്യൺ വരെ അടിച്ചിട്ട് എന്നിട്ട് അത് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അത് പോയാ? കിട്ടിയില്ല ഇതുവരെ. എന്റെ ഇറാഖിൽ ആരോ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞു കേട്ടത്. അത് കിട്ടിയില്ല. ഇറാഖിലുള്ള ആൾക്കാർക്ക് പോലും പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. അത് ഉരുണ്ട് കരച്ചിലായിരുന്നു. പിന്നെ ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ടാണ് ഇപ്പൊ ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് എടുക്കാൻ തോന്നുന്നത്. ആ സമയത്തൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് കരഞ്ഞു, ഭയങ്കര വിളിയായിരുന്നു. ഇപ്പൊ ട്രോൾസിനൊക്കെ എങ്ങനെ എടുക്കാം? അയ്യോ, ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഇൻസ്റ്റയിൽ എന്റെ എന്തെങ്കിലും ട്രോള് വരുമ്പോഴത്തേനും. ഇപ്പൊ ഒരുപാട് ചന്ദ്രമഴയുടെ ട്രോളൊക്കെ വന്നിട്ടില്ലേ? ആ സമയത്ത് ഞങ്ങള് വളരെ സീരിയസ് ആയിട്ട് ചെയ്ത കുറെ സാധനങ്ങൾ അത് പാമ്പിന്റെ ഇതില് കൈയിട്ടതും അത് ഇപ്പോഴും കാണുമ്പോ ആ ഒരു ഇതുണ്ട് കേട്ടോ. പാമ്പിനെ പിടിച്ചത് അതൊരു ഡെഫിനറ്റ്ലി അത് മറക്കാൻ പറ്റാത്തൊരു കാര്യം. ഇനി പിടിക്കാൻ പറഞ്ഞാൽ ചിലപ്പോ പിടിയോന്ന് അറിയാം. പക്ഷെ അതിപ്പോഴും ട്രോളായിട്ടാണ് വരുന്നത്. അതെ. പക്ഷെ അത് ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ പുറകിലിരുന്ന് കരച്ചിലായിരുന്നു. കാരണം ഇവരെ പിടിച്ചേ പറ്റുമോന്നുള്ള. ഞാൻ നമുക്ക് പോവാ വീട്ടിലേക്ക്, പിന്നെ ചെയ്യണ്ട. ഇവിടെ പറഞ്ഞു ഞാൻ ഇത് ചെയ്യും അമ്മ, എനിക്ക് കാണാനുള്ള ശക്തി ഇല്ല. ഞാൻ കരയായിരുന്നു. പിടിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വേഗം ചെന്ന് ഞാൻ കെട്ടിപ്പിടിച്ച് ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാ നിന്നത്. പക്ഷെ അതിനെ പിടിച്ച് കഴിയുമ്പോണ്ടാവുന്ന ഒരു ഫീലില്ലേ, അതിനെക്കാട്ടും കൂടുതല് അതിന്റെ ലുക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതായത് ഞാൻ പിടിച്ച വഴിക്ക് തന്നെ അതിങ്ങനെ ഇഴഞ്ഞു പോയിന്ന്, ഇങ്ങനെ ഇഴഞ്ഞിട്ട് മുറുക്കി പിടിക്കാൻ പറ്റില്ല. അത് പിന്നെ നമ്മളെ ചുറ്റാൻ തുടങ്ങും. അപ്പൊ നമ്മളിങ്ങനെ ലൂസാക്കി പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങോട്ട് നോക്കി നേരെ ഇങ്ങനെ വന്നൊരു നിപ്പ് നിന്ന് ഈ ഇത്ര അടുത്ത് അതിന്റെ കണ്ണിലേക്ക് നോക്കി നിക്കാനായിട്ട് കുറച്ച് ധൈര്യമൊന്നും പോരാ. അത് ബെറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിടിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിങ്ങനെ പത്തി വിടർത്തിയിട്ട് ഇങ്ങനെ വന്ന് നേരെ ഇത്ര ഡിസ്റ്റൻസിൽ വന്ന് നിൽക്കുന്ന ഒരു നോട്ടുണ്ട്, അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതല്ലേ ഈ കരാട്ടയും കുങ്ഫു ഒക്കെ അവർക്ക് ചില ഇതൊക്കെ അങ്ങനെയല്ലേ? സ്നേഹിക്കന്റെ അങ്ങനെ ആക്ഷൻസ് ഒക്കെ ഇല്ലേ? സ്നേഹിക്കിനെ പോലെയൊക്കെ ഇങ്ങനെയൊക്കെ പോലെയല്ല. അത് പണ്ട് ഏതോ മറ്റേ 7ാം അറിവ് കണ്ടപ്പോഴത്തേനും അതിനകത്ത് ഈ പാമ്പിന്റെ കണ്ണി നോക്കിട്ട് അവരിങ്ങനെ എക്സസൈസ് ചെയ്യണം. അത് കണ്ടിട്ടേ പറയണേ കരാട്ടയും കുമ്പൊക്കെ ഇങ്ങനെ നിക്കാറുണ്ട് പാമ്പിനെ നോക്കിട്ട്. ഇവക്ക് അറിവില്ലാത്ത നേരത്തെ സെറ്റ് ചെയ്ത് ഇവരൊക്കെ ഞാൻ പറയുന്നതിന് സപ്പോർട്ട് ചെയ്തോണം എന്നുള്ള രീതിയില് ചേച്ചി ഇപ്പുറത്താളെ പിടിച്ചത് ഇവിടെ, ഇനി അവിടുന്ന് കൊണ്ടുവരുമ്പോ പിടിച്ചോളെ. സെറ്റ് തമിഴ് തമിഴ്. അപ്പൊ പിന്നെ നിങ്ങൾ സെറ്റ് തമിഴ് എനക്കും തരും കൊഞ്ചം ആ കൊഞ്ചല് കേട്ടോ, എനിക്ക് കൊഞ്ചം തരും. ഡയറ്റ് ഒക്കെ ചെയ്ത് പ്രായമൊക്കെ കുറച്ച്. ഞാൻ സുന്ദരി, ഭയങ്കര സുന്ദരി. ഇത് വന്നപ്പോ തൊട്ട് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാ, നിങ്ങൾ 3 പേരും അമ്മ സുന്ദരിയായി, അമ്മ മെലിഞ്ഞു, അമ്മ ഡയറ്റ് ഒക്കെ ചെയ്തു, അമ്മ അങ്ങനെയാണ്, വൈബ് അമ്മയാണ്. ഇവിടെ ഒരാളിരിപ്പുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു മോളുടെ ശിക്ഷണത്തിൽ അമ്മ ഇങ്ങനെ സുന്ദരിയായി. അത് ഞാൻ പറഞ്ഞില്ലേ, എത്ര പറയാ. ചേച്ചി പറ്റി എന്ത് പറയണം ചേച്ചി? ഞാൻ എന്നെ പോലെ തന്നെ ഇരിക്കുന്നില്ലേ അവള്? അതാണ് പുകഴ്ത്തല്. അയ്യേ, അമ്മേനെ പോലെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് ട്രോളാനുള്ള ആളെയും കൊണ്ടുവന്നു, എല്ലാ കാര്യവും വഴക്കുണ്ടാക്കുന്നുണ്ടോ നിങ്ങള്? എന്ത് കാര്യത്തില് പ്രധാനമായിട്ട് വഴക്കുണ്ടാക്കുന്നത്? എന്തിനാണ് പ്രധാനം?
ഞാൻ ഇവളെ ഏറ്റവും അടുത്തുണ്ടാക്കി ഞങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വരും. അതല്ല മോസ്റ്റ്ലി ഇവള് അമ്മ കരയല്ലേ? കാരണല്ല കണ്ണിന്ന് വെള്ളം വന്നത്, കണ്ണിന്ന് വെള്ളം വരെ ഇടയ്ക്ക്. തള്ളാന്ന് വിളിച്ചില്ലേ? അതെനിക്ക് അറിഞ്ഞതാ. സോറി അമ്മ, സോറി മമ്മി, മമ്മി സോറി. ഇവള് സമയത്ത് നമ്മളൊരു ചായ ഇങ്ങനെ കൊടുത്തു, നമ്മള് ചായയൊക്കെ ചൂടോടെ കുടിക്കണം എന്നുള്ളത്. ആ ചായ ആറി 1 മണിക്കൂർ കഴിഞ്ഞാലും കുടിച്ചിട്ടുണ്ടാവും തിരിച്ചു. അതൊക്കെ ഒരു പ്രശ്നമാണോ? അതെനിക്ക് പ്രശ്നമാണ്. നമ്മുടെ മക്കള് സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ അമ്മമാർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെയാണ്. മറ്റുള്ളവരെ നീ ഒരു അമ്മയല്ലേ അങ്ങനെ ചിന്തിക്കൂലേ? ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാ. ഞാൻ കൊടുക്കുന്ന ഭക്ഷണം ആ സമയത്ത് കഴിക്കണം. അത് ജ്യൂസ് ആണെങ്കിലും ശരി, എന്തായാലും. പിന്നെ ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ പറഞ്ഞെന്നുള്ളത്? ഇതിന്റെ അല്ലേ മുതല് മനസ്സിലായി. ഒന്ന്. രണ്ടാമത്തത്, ഈ ഇവള് കുറെ കാര്യങ്ങൾ നോക്കുന്ന വ്യക്തിയാണ്. അത് ഐ അണ്ടർസ്റ്റുഡ്, അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാല് മോളെ 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 എന്ന് വെച്ചാലും കേൾക്കൂല, ഇങ്ങനെ ഇരിക്കും. പക്ഷെ അവള് ചിലപ്പോ ഒരു പ്രൊജക്ട് ചെയ്യായിരിക്കും, ചിലപ്പോ ഒരു വർക്കിന്റെ കാര്യം നോക്കുമായിരിക്കും, ചിലപ്പോ ഇതായിരിക്കും. പക്ഷെ ഞാൻ മോളേന്ന് വിളിക്കുമ്പോ എന്നെ എന്തോന്ന് വിളി കേൾക്കണം. എനിക്ക് കൊറേ പേര് എന്റെ അടുത്ത് പറഞ്ഞൊരു കംപ്ലൈന്റ് ഉണ്ടാകുന്നത്. അതെനിക്ക് ഞാൻ അറിയുന്നില്ല. ലൈക്ക് ഞാനൊരു കാര്യത്തിൽ ഇൻവോൾവ് ആയാലില്ലടാ, അതൊരു 100% ഞാൻ അതിലായിരിക്കും. എനിക്ക് പുറത്തുനിന്നുള്ള 50-50 അങ്ങനെ അറിയില്ല. അപ്പൊ അതിന്റെ അകത്ത് കയറിയിരിക്കുമായിരിക്കും ഞാൻ. അപ്പൊ പുറത്ത് സറൗണ്ടിങ്സിൽ എന്താ നടക്കുന്നേന്നുള്ളത് എനിക്കത് അറിയുന്നില്ല. അതെന്താണ് ഓട്ടം എനിക്ക്. ഇപ്പം നമ്മള് വിജയങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ച് ഒരുപാട് സന്തോഷിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ലൈഫിൽ പരാജയം എന്ന് പറഞ്ഞത് അത് ഭയങ്കര ഒരു സാധനമാണ്. ഈ പരാജയങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഹാൻഡിൽ ചെയ്ത്? എപ്പോഴും ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് വേറൊരു ഫേസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മള് മനുഷ്യരല്ലേടേ, നമുക്കൊന്ന് കറിയണ്ടേ? നമ്മൾക്ക് എല്ലാരും പോലെയുള്ള ഇമോഷൻസ് നമുക്കും ഉണ്ടാവില്ലേ? എല്ലാ ഇമോഷൻസും നമുക്കുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊക്കെ അടിപൊളിയായിട്ട് കരയാറുണ്ട്. ഓ എന്റെ പൊന്നെ, വീട്ടിലെ ചില സമയത്തൊക്കെ കരച്ചില് കണ്ടു കഴിഞ്ഞാല് പട്ടി പോകുന്ന പോലെ എല്ലാം ഉണ്ട്. എല്ലാ ദിവസവും നമുക്ക് എല്ലാം ഉണ്ടാവും. ചിരി ഉണ്ടാവും, കളി ഉണ്ടാവും. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാരും നമ്മൾ കാണിച്ചു നടക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കരയുന്നത് അങ്ങനെ പുറത്ത് ആരും കാണാൻ എനിക്ക് താല്പര്യമില്ലാത്ത ആളാ. മാത്രമല്ല, നമ്മളൊരു ഇമോഷൻ കുറച്ച് പോവാൻ വേണ്ടിട്ട് കരച്ചിൽ ഓക്കെയാണ്. എങ്കിലും ഓരോ ഫേസസും മറികടന്ന് വരുന്നു എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ ആ ഫേസസിനെ എങ്ങനെ ഓപ്ഷൻ ഇല്ലാണ്ട് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റോളും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം തൂണുണ്ടെങ്കിലല്ലേ നമുക്ക് ചാടാൻ പറ്റുള്ളൂ. അതല്ലെങ്കിലും നമ്മളെ കാല് വേദനിച്ചാലും നന്നായിട്ട് വേദനിച്ചാലും ഒട്ടും നിക്കാൻ പറ്റണില്ലെങ്കിൽ നമ്മൾ നിന്നല്ലേ പറ്റൂ. അതെ അതെ. അപ്പൊ നമ്മള് ഇപ്പം വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾക്ക് ഇപ്പൊ ഓക്കെ നിങ്ങൾക്ക് തളർന്നൊടിഞ്ഞിരുന്നാ മതി എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അത് ഞങ്ങക്ക് 2 പേർക്കും ഉണ്ടായിട്ടില്ല. അമ്മക്ക് ഇപ്പൊ പിന്നെ ഉണ്ട്, അമ്മക്ക് നല്ലൊരു ഷോൾഡർ ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഇത്രയും ബോൾഡായിട്ട് അമ്മ കൂടെ ഉണ്ടല്ലോ. അമ്മയോട് ഞാൻ വളരെ ഫ്രീഡത്തോടെ, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം എടുത്ത് ഞാനൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് എനിക്ക് മറുപടി തരണം. ലൈഫിൽ മോൾക്ക് വേണ്ടിയിട്ട് എടുത്ത ചില തീരുമാനങ്ങൾ മോശമായി പോയി, അത് എടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ? ചില തീരുമാനങ്ങൾ എടുത്തത് തെറ്റായി പോയി എന്ന് തോന്നിട്ടുണ്ട്, ഉറപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ആവോന്ന് വിചാരിച്ചല്ല ഒരു ഡിസിഷൻ എടുക്കുന്നത്. അതിപ്പോഴായാലും നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് എന്റെ മോൾക്കും തെറ്റായിട്ട് വരുമെന്ന് വിചാരിച്ചിട്ടില്ല, അങ്ങ് തെറ്റായി പോകുന്നതാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാല്, എ ഡൈവേഴ്സ് ഡോട്ടർ ഈസ് ബെറ്റർ ദാൻ ഡെത്ത് ഡോട്ടർ. സിമ്പിൾ ആൻസർ ടു യു. എനിക്ക് അത്രേ പറയാനുള്ളത്. ഞാന് ഇവളുടെ കാര്യത്തിൽ കുറച്ച് ഇമോഷണലാവും. നമ്മുടെ പേരൻസ് നമുക്ക് വേണ്ടി എടുക്കുന്ന ഒരു ഡിസിഷനും തെറ്റാവണം എന്ന് വിചാരിച്ചെടുക്കില്ലല്ലോ. അവരെക്കാട്ടിയും ബെസ്റ്റ് ആയിട്ട് നമ്മൾക്ക് തരണമെന്നേ അവർ ആഗ്രഹിച്ചുള്ളൂ. പ്രത്യേകിച്ച് അമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എന്നെ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ടുള്ള ഒരു സിംഗിൾ പാരന്റ് ആയിട്ട് നിന്ന് അങ്ങനെ വളർത്തിയിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാനൊക്കെ ഏതോ ഒരു ഇന്റർവ്യൂവിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ബ്ലഡ് കൊടുത്തിട്ട് വരെ എനിക്ക് അമ്മയുടെ ബ്ലഡ് വിട്ടിട്ട് വരെ എനിക്ക് സെർലാക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള സമയം അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അമ്മയുടെ ഒരു ഫ്രണ്ട് മൂലമാണ് ഞാൻ അറിഞ്ഞത് എന്നുള്ളത്. അമ്മ പോലും അതിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവര് എത്ര നല്ലത് ചെയ്താലും ചിലപ്പോ അവര് നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയില്ല. സോ അങ്ങനെ ചെയ്യുന്ന ഒരാള്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു പാരന്റ് ഒരിക്കലും സ്വന്തം മോൾക്ക് ഒരു മോശം നടക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു കാര്യം ചെയ്യില്ല, ഒരു കാര്യം പറയില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ.
എ ഡൈവേഴ്സ് ഡോട്ടർ ഇസ് ബെറ്റർ ദാൻ ഡെത്ത് ഡോട്ടർ. അത്രേ ഉള്ളൂ എനിക്ക് സിമ്പിള്. കാരണം ഞാൻ ഇവളുടെ ഈ വളർച്ചയെ നമ്മൾ ബിസിനസ് പരമായി നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ ഇവള് എല്ലാ രീതിയിലും വളരെ സ്ട്രോങ് ആയിട്ട് നല്ല ഇതായിട്ട് എന്നേലും ഇന്റലിജന്റ് ആണ്. ഇവളെ കണ്ട് കുറെ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അക്കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഒരു കുടുംബജീവിതം, അത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവൾക്കൊരു കുടുംബജീവിതം, അതാണ് അവളുടെ സമയം. അതിന്റെ അർത്ഥം മോൾക്ക് വീണ്ടും ഒരു വിവാഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പേരൻസും അങ്ങനെ തന്നെയല്ലേ? അമ്മമാരെ ശരിക്കും അങ്ങനെ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല, ഞാൻ അവൾക്കാണ് സമയം കൊടുത്തേക്കണത്. കാരണം ഇത് പിന്നെ വിവാഹം എന്ന് പറയുന്നത് ഒരു ഘട്ടമാണ്. ഒരു പെണ്ണിന്റെയും അതൊരു സക്സസിന്റെ ഒരു മെയിൻ ഇതാണെന്ന് ഞാൻ പറയില്ല. അത് ജീവിതത്തിലെ ഒരു ഘട്ടമാണ്. ഒരു സ്ത്രീയുടെയിലും പുരുഷന്റെയിലും അതൊരു ഘട്ടമാണ്. അതിപ്പോ നമ്മളായിട്ട് ഒരു കാര്യം നടത്തി ഇങ്ങനെയായി, ഇനി അവളായിട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. അവിടെ നമ്മുടെ ആഗ്രഹം പറയാന്നല്ലാണ്ട് അത് അവള് തീരുമാനം എടുക്കണം. ഇനി അങ്ങനെ ഒരു സാഹസത്തിൽ റെഡിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നോ പ്ലാൻ. അതാണ് ഇപ്പോഴത്തെ എന്റെ പ്ലാൻ. അല്ല, എങ്കിലും ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ കല്യാണം പറയാൻ പറ്റില്ല. അങ്ങനെ ചിലപ്പോഴൊക്കെ കാണുമ്പോ തോന്നിയിട്ടില്ലേ? എടാ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ഫാമിലിയോടെ സെറ്റിൽ ആവണം എന്നുള്ളത് എല്ലാ മനുഷ്യന്റെ ആഗ്രഹമല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ ഒരു പ്ലാനും ഇല്ല. ചിലപ്പോ നാളെ തന്നെ ആവാം, അല്ലെങ്കിൽ ചിലപ്പോ അടുത്ത മാസം ആവാം, ചിലപ്പോ ഞാൻ എന്റെ ലൈഫിൽ ചിലപ്പോ അത് ഉണ്ടായിന്ന് വരില്ല. എനിക്ക് ഒരു പ്ലാനും ഇല്ല. ഞാൻ ലെറ്റ് ഇറ്റ് ഗോ, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ അമ്മയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കഴിഞ്ഞു എങ്കിൽ പോലെ ആള് ഫാമിലി ആയിട്ട് സെറ്റിൽ ആയിട്ടാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മയുടെ ഉള്ളിൽ ഉണ്ടാവില്ല എന്റെ മോള് ഇതുപോലെ ഒന്ന് സെറ്റ് ആയി? ഡെഫിനറ്റ്ലി എല്ലാ അമ്മമാർക്കും ഉള്ളല്ലേടാ. എല്ലാ അമ്മമാർക്കും തന്നെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ മക്കള് സെറ്റിൽ ആയിട്ട് കാണാ, അവരുടെ കുഞ്ഞിന് നെക്സ്റ്റ് ജനറേഷൻ കാണാ. ഇതൊക്കെ എല്ലാ അമ്മമാരുടെ ആഗ്രഹമാണ്. ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ എല്ലാ ഇമോഷൻസും നമുക്കുള്ള പോലെ തന്നെയാണ്, മറ്റുള്ളവർക്കുള്ള പോലെ തന്നെയാണ് നമ്മൾക്കും ഉള്ളത്. അതിപ്പോ ഓപ്പോസിറ്റ് പാർട്ടി അങ്ങനെ ആയതുകൊണ്ടല്ല എനിക്ക്. അല്ല, ഒരു അമ്മ എന്ന നിലയിൽ നമ്മുടെ മറന്നൊരു അധ്യായമാണ്, നമ്മുടെ കഴിഞ്ഞ അധ്യായമാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്കിപ്പം ഒരാൾ നല്ലതാണോ മോശമാണോ ഒരു പരിധി വരെ നമുക്കൊന്ന് മിങ്കിൾ ചെയ്താൽ അറിയാൻ പറ്റും. അപ്പം ലിവിങ് ടുഗദർ ഓപ്ഷൻ തിരഞ്ഞെടുക്കോ ഇനിയുള്ള ലൈഫിൽ? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ചേച്ചിക്ക് കഴിയോ എന്നാണ് ചോദിച്ചത്. എടാ ഞാൻ പറയട്ടെ, ഒരു എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്നാലും കുഴപ്പമില്ല, ഇത് ട്രോള് പോലെ അല്ല ഇത് ആക്ച്വലി ഇറ്റ്സ് ഡെഫിനറ്റ്ലി. അതായത് ഒരു താലി കെട്ടിന്നോ അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു മാരേജിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടോ നമ്മള് ഒരു സെക്കൻഡ് പോലും അതിൽ ഹാപ്പി അല്ല എങ്കിൽ അതിൽ ഒരു പ്രയോജനമില്ല. ഓക്കെ, ഹാപ്പി അല്ലെന്ന് മാത്രമല്ല, ഓരോ നിമിഷവും നമ്മൾ ചത്ത് ജീവിക്കാന്ന് പറയില്ലേ, അത് ജസ്റ്റ് ഒരു താലി ഉള്ളതുകൊണ്ടോ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആ ഒരു കാരണം കൊണ്ടോ അങ്ങനെ ജീവിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇല്ല. സോ എനിക്ക് തോന്നുന്നത് അത് ഏറ്റവും നല്ലൊരു പേഴ്സൺ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ടീവായിട്ട്, ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിന്റെ എൻ്റെ എന്നല്ലാതെ നമ്മളുടെ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആവാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിന്റെ പേര് സപ്പോർട്ടീവ് എന്നല്ല, അത് എന്റെ നിന്റെ ചിന്തിക്കാണ്ട് നമ്മുടെ ചിന്തിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം എന്നുള്ളതാ. അതിലൊരു നല്ല പേഴ്സൺ ആയിരിക്കണം, നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിരിക്കണം. കാശ് പണമൊന്നും അല്ല, നല്ല മനുഷ്യനായിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് നൈത്രഭവന്റെ താലിയോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് സിഗ്നേച്ചറോ അതിലൊന്നും അത്ര വലിയ കാര്യം ഉണ്ടെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ ജീവിച്ചിട്ട് എനിക്ക് അങ്ങനെ ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു അതിലൊന്നും ഒരു കാര്യമില്ല. അത്രേ ഉള്ളൂ. ആ സമയത്ത് അമ്മേനെയും ഒക്കെ ഒത്തിരി ആൾക്കാർ കുറ്റം പറഞ്ഞു, അമ്മ കാരണമാണ് എന്നുള്ളൊരു അത്തരം കാര്യങ്ങളോട് അമ്മ എങ്ങനെ പ്രതികരിച്ചത്? ഇങ്ങനെ പ്രതികരിച്ചത് ഇങ്ങനെ പ്രതികരിച്ചു. ഞാൻ ചോദിച്ചു, അമ്മ ഇത് എന്റെ ക്വസ്റ്റിനെ പുച്ഛിച്ച് തള്ളുന്നതാണ്. നിശബ്ദത നിഗൂഢമാണ്, മൗനം സംഗീതവും. ഇപ്പൊ പറഞ്ഞില്ലേ, മനസ്സിലായി. ഭയങ്കര സാഹിത്യപരമായിട്ട് സംസാരിക്കാൻ പറഞ്ഞില്ലേ? അതായത് ഞാൻ ഇതൊരു സ്ക്രിപ്റ്റ് ആയിട്ട് കടം വാങ്ങിയതാണ്.
എനിക്ക് ഈ വേർഡ് എപ്പോഴും ഞാനന്ന് നിശബ്ദമായി ഇരുന്നപ്പോ എന്നെ പറ്റി വളരെ മോശമായിട്ടൊക്കെയാണ് പറഞ്ഞത് ഒരു കുടുംബമാണ് പറഞ്ഞത്. പക്ഷെ അത് എല്ലാവരും ഒന്നും ഏറ്റെടുത്തിട്ടൊന്നുമില്ല. തിരിച്ചും അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ അതിന്റെ ഇടയിലേക്ക് വന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് വരാൻ തോന്നിയില്ല, പറയാൻ തോന്നിയില്ല. എനിക്ക് നിശബ്ദമായി ഇരിക്കാനാണ് തോന്നിയത്. ആ നിശബ്ദതയ്ക്ക് ഒരുപാട് അർത്ഥങ്ങൾ. അതെനിക്ക് ബോധ്യപ്പെടുത്തേണ്ടത് ഈ ഒരു വ്യക്തിയെയും ദൈവത്തിനെയും മനസാക്ഷിയും മാത്രമേ ഉള്ളൂ, വേറെ ഒരാളെയും മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം എന്താന്നുള്ളത് വ്യക്തമായിട്ട് അറിയേണ്ട ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ നമ്മൾക്ക് കുറെ കോർട്ടിന്റേതായിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ലീഗൽ ഇഷ്യൂസ് ഉണ്ടോ? ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ക്ലോസുകളുണ്ട്, കാരണങ്ങളുണ്ട്. അപ്പൊ അത് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഇതല്ല. പക്ഷെ ഇൻ കേസ് ഇപ്പൊ തുറന്ന് പറയുന്നവരുണ്ട്, തുറന്ന് പറയണമെങ്കിൽ അത് ഓരോരുത്തരുടെ ഓപ്ഷൻ ആണ്. എന്റെ ഓപ്ഷൻ പറയണ്ട ഇപ്പൊ ഇതുവരെ ഉള്ളത്, നാളത്തെ എനിക്കറിയില്ല കേട്ടോ. ഇതുവരെ ഉള്ളത് അതിന്റെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ട് എന്താ നടക്കാൻ പോണേ? ഒന്നും നടക്കും. ഈ പറഞ്ഞതൊന്നും ഇല്ല പറഞ്ഞത് ഈ കുറെ പേർക്ക് നാട്ടുകാർക്കൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്നാലും എന്തായിരിക്കും. അപ്പൊ അവർക്കറിയാൻ പറ്റുന്നല്ലാതെ അവർക്കൊരു കഥ പോലെ, പിന്നെ അവർക്ക് അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ അടുത്ത വീട്ടില് ഇടി നീ അറിഞ്ഞാ എന്നിട്ട് ഒരു സ്റ്റോറി പോലെ പറയാം. അല്ലാതെ വേറെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അതെ, ഇല്ല. അപ്പൊ പിന്നെ അടുത്ത ദിവസം വേറെ ആളുടെ സ്റ്റോറി വരും. അത്രേ ഉള്ളൂ. പല കഥകളിലും ഒരു കഥ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറെ നാള് കഴിയുമ്പോ എല്ലാവരും എല്ലാം മറക്കും. ഞാൻ പറഞ്ഞില്ലേ, മറവി എല്ലാവർക്കും കിട്ടുന്നത് അനുഗ്രഹമായിട്ട് പല കാര്യങ്ങളും. അതങ്ങനെ തന്നെ ആവട്ടെ. എന്തായാലും ഹാപ്പി ന്യൂസിന് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് ഹാപ്പി ന്യൂസ്. നിങ്ങളുടെയൊക്കെ ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ കല്യാണം മാത്രമാണോ? ഒരു നല്ല വൺ ഓഫ് ദ ഹാപ്പി ന്യൂസ്. എന്നെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ ഹാപ്പി ആണെന്ന് പറയാൻ പറ്റും? അത് പറയാൻ പറ്റില്ല. അല്ല, അത് ഡെഫിനറ്റ്ലി ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ്. വൺ ഓഫ് ദ ഹാപ്പി ന്യൂസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം മാരേജ്. ഓക്കെ, അതാണ് ലൈഫ്, അതാണ് ഹാപ്പിനെസ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതും ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് നമ്മളും കരുതുന്നു. മീൻസ് ഒരാള് ലൈഫിൽ വിളിച്ചിട്ട് എന്റെ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്കൊരു അടിപൊളി എന്നുള്ളൊരു ഫീലിംഗ്. അത്രേ ഉള്ളൂ. അതെ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതൊരു ഗുഡ് ന്യൂസ് ആണ്. അത്രേ ഉള്ളൂ. ഡെഫിനറ്റ്ലി. ഓക്കെ, നമുക്ക് ഇതെല്ലാം വിട്ടിട്ടെ ഒരു പാട്ട് പാടി അവസാനിപ്പിച്ചാലോ? ഫൈൻ. അതല്ലേ, അമ്മ പാടട്ടെ. അമ്മ പാടി തുടങ്ങി ചേച്ചി ഏറ്റുപിടിക്കും. അത്രേ ഉള്ളൂ. അമ്മ പാടും, ഞാൻ പാടുപെടും. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കിച്ചണിൽ ഇരുന്നാലും 24 hours മ്യൂസിക് എന്റെ ചെവിയിലുണ്ടാവും, അല്ല പരിസരത്തുണ്ടാവും. അതുകൊണ്ട് ആ ഇഷ്ടം കൊണ്ട് പാടുന്നതാണ്, ഞാൻ പാട്ടുകാരി അല്ലാതെ. അവിടുന്നൻ ഗാനം കേൾക്കാൻ ചെവിയോ തേട്ടരികേരിപ്പോ സ്വരരാഗ സുന്ദരിമാർക്കോ അരികിൽ വരാൻ എന്തൊരു നാണം. അവിടുന്നൻ ഗാനം കേൾക്കാൻ ചെവിയോ തേട്ടരികേരിപ്പോ സ്വരരാഗ സുന്ദരിമാർക്കോ അരികിൽ വരാൻ എന്തൊരു നാണം. എനിക്ക് പഴയ പാട്ടുകളെ അറിയുള്ളൂ. അടിപൊളി, നല്ല പാട്ട്, നല്ല ഫീലുള്ള പാട്ട്. അപ്പൊ ഇത്ര നേരവും എല്ലാത്തിനും മറുപടികൾ പറഞ്ഞ എന്ന ഫണ്ണി ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ തന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. ഞങ്ങളിങ്ങനെയൊക്കെയാണ്. ഓക്കെ, ബൈ.